ഇപ്പം സിറ്റിയുടെ ഒരു സൈഡ് കടലിലേക്ക് അറ്റൂമയും അവൻ്റെ അറ്റ്ലാന്റിയൻ ആർമിയും താഴ്ത്തിയത് കണ്ട് അവിടെ ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ അവെഞ്ചേഴ്സ്. കുറേ നേരം കൂടി സിറ്റിയുടെ സൈഡ് കടലിലേക്ക് താഴ്ന്നു കിടന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ ആ സിറ്റി വെള്ളത്തിൻ്റെ അടിയിലാകും. അതുകൊണ്ട് തന്നെ സിറ്റിയുടെ സൈഡ് പഴയതുപോലെ ആക്കുവാൻ എന്തെങ്കിലും ചെയ്യുവാൻ പറ്റുമോ എന്ന് നോക്കുവാൻ അയൺമാൻ അവിടുന്ന് കടലിലേക്ക് പോവുകയാണ്. സഹായത്തിന് നമ്മുടെ ഫാൾക്കണെയും അയൺമാൻ കൂടെ കൂട്ടുന്നുണ്ട്. അങ്ങനെ അയൺമാനും ഫാൾക്കണും അവിടുന്ന് പറന്ന് കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് എന്തോ കണ്ട് അവർ രണ്ടുപേരും ഞെട്ടിപ്പോവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കടലിൽ നിന്നും ഒരു വലിയ തിരമാല സിറ്റിയിലേക്ക് വരികയാണ്. അതെങ്ങാനും സിറ്റിയിൽ വന്ന് വീണാൽ സിറ്റിയിൽ കൂടുതൽ വെള്ളം കയറുകയും പെട്ടെന്ന് തന്നെ നഗരം മുഴുവൻ കടലിൻ്റെ അടിയിലാകുകയും ചെയ്യും. അതുകൊണ്ട് ആ തിരമാല സിറ്റിയിൽ വന്ന് വീഴാതിരിക്കുവാനായി അയൺമാനും ഫാൾക്കണും ആ സിറ്റിയിൽ ഒരു എനർജി ബാരിയർ അഥവാ ഒരു ഷീൽഡ് ഉണ്ടാക്കിയാണ്. ആ ഷീൽഡ് ഉപയോഗിച്ച് ആ തിരമാലയെ പിടിച്ചു നിർത്തുവാൻ പാടുപെടുകയാണ് നമ്മുടെ അയൺമാനും ഫാൾക്കണും. ഇതേ സമയം ക്യാപ്റ്റൻ അമേരിക്കയും ബാക്കിയുള്ളവരും സിറ്റിയിലുള്ള അറ്റ്ലാന്റിയൻ ആർമിയോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരെല്ലാം അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കെ അറ്റൂമ ഹൾക്കിൻ്റെ അടുത്ത് വന്നിട്ട് ഹൾക്കിനോട് നീ അവെഞ്ചേഴ്സിലെ ഏറ്റവും പവർഫുള്ളായ മെമ്പർ അല്ലേ എന്നും അതുകൊണ്ട് തന്നോട് വന്ന് ഫൈറ്റ് ചെയ്യുവാൻ വരാൻ പറഞ്ഞ് ഹൾക്കിനെ അറ്റൂമ വെല്ലുവിളിക്കുകയാണ്. ഇപ്പം അറ്റൂമയുടെ ആ വെല്ലുവിളി നമ്മുടെ ഹൾക്ക് 2 കൈ നീട്ടി സ്വീകരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അവിടെ ഹൾക്കും അറ്റൂമയും തമ്മിൽ പൊരിഞ്ഞ് അടിയുണ്ടാകുകയാണ്. രണ്ടുപേരും വിട്ടുകൊടുക്കാതെയാണ് അവിടെ ഫൈറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പോൾ ഹൾക്കിൻ്റെയും അറ്റൂമയുടെയും ആ ഫൈറ്റ് കാരണം അവിടെ തിരമാലയെ തടയുവാനായി അയൺമാനും ഫാൾക്കണും നിർമ്മിച്ച ആ ഷീൽഡ് തകരുവാൻ വരെ തുടങ്ങുകയാണ്. അങ്ങനെ ഇപ്പോൾ ആ ഫൈറ്റിൻ്റെ അവസാനം ഹൾക്ക് തോൽക്കുകയാണ്. ഹൾക്ക് എത്ര ശ്രമിച്ചിട്ടും അറ്റൂമയെ തോൽപ്പിക്കാൻ ഹൾക്കിന് സാധിക്കുന്നില്ല. ഇപ്പോൾ അറ്റൂമയെ തോൽപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഹൾക്കിന് തന്നെ വലിയ സങ്കടം വരികയാണ്. അങ്ങനെ ഇപ്പോൾ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഹൾക്കിനോട് നിന്നെ ആരാടാ ഈ അവെഞ്ചേഴ്സിലെ പവർഫുൾ മെമ്പർ ആക്കിയതെന്നും പറഞ്ഞ് അറ്റൂമ ഹൾക്കിനെ കളിയാക്കിയിട്ട് ഹൾക്കിനിട്ട് ഒരു അടി അങ്ങ് വെച്ച് കൊടുത്തതും അപ്പോൾ തന്നെ അറ്റൂമയുടെ അടിയേറ്റ് നമ്മുടെ ഹൾക്ക് അയൺമാൻ്റെയും ഫാൾക്കൻ്റെയും ആ ഷീൽഡും തകർത്ത് കടലിൽ ചെന്ന് വീഴുകയാണ്. ഇപ്പം പവർഫുള്ളായ ഹൾക്കിനെ വരെ അറ്റൂമ തോൽപ്പിച്ചത് കണ്ട് അയൺമാനും ബാക്കിയുള്ളവരും ഞെട്ടിപ്പോവുകയാണ്. അതൊന്നും അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. മാത്രമല്ല ഇപ്പോൾ ആ ഷീൽഡ് പൊട്ടിയത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ തിരമാല സിറ്റിയിൽ വന്ന് വീഴുകയാണ്. അപ്പോൾ തന്നെ ആ സിറ്റിയിൽ മൊത്തം നേരത്തെക്കാളും വെള്ളം കയറുന്നു. അന്നേരം തന്നെ ഫാൾക്കൺ കുറേ കാൽക്കുലേഷനൊക്കെ നടത്തിയിട്ട് ഇനി 3 മിനിറ്റിനുള്ളിൽ സിറ്റിയെ പഴയതുപോലെ ആക്കിയില്ലെങ്കിൽ സിറ്റി കടലിൻ്റെ അടിയിലാകുമെന്ന് അയൺമാനോട് പറയുകയാണ്.